ഇറാന് നേരെ യുഎസ് ഇസ്രായേൽ സംയുക്താക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് അമേരിക്ക. ഇറാനെതിരായ സൈനിക നടപടി നീളുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നടപടി 4 ആഴ്ച വരെ നീണ്ടേക്കാം എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ വലിയ രാഷ്ട്രമായതിനാൽ സമയമെടുക്കുമെന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നില്ല എന്നതിന്റെ വലിയ സന്ദേശമാണ് ഇന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടിയുടെ ദൃശ്യങ്ങൾ അമേരിക്കൻ സേന പുറത്തുവിട്ടതും നമ്മൾ കണ്ടു. B-2B ബോംബർ ഉപയോഗിച്ച് ഇറാനെതിരെ സൈനിക ശേഖരം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അമേരിക്ക പുറത്തുവിട്ടത്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്നതാണ് മൂന്നാം ദിവസവും ഇറാൻ വ്യക്തമാക്കുന്നത്. തിരിച്ചടി തുടരുകയാണ് ഇറാൻ. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ഒമാൻ തീരത്ത് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് സമീപം കപ്പലിന് നേരെ ഇറാന്റെ കനത്ത ആക്രമണമുണ്ടായി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണ സമയത്ത് കപ്പലിൽ 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം. ഇതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒരു ഇന്ത്യക്കാരന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ തീ പടർന്നതിനെ തുടർന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. പരിക്കേറ്റവരെ കുറിച്ചോ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചോ ഉള്ള കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒമാൻ നാവികസേനയുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒമാൻ തീരത്തുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കടലാക്രമണം അങ്ങനെ ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ റാസ് താനൂറ റിഫൈനറിക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു. റിഫൈനറി കോംപ്ലക്സ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണിത്. പ്രതിദിനം 5.50 ലക്ഷം ബാരലാണ് സംസ്കരണ ശേഷിയുള്ളത്. അബുദാബി, ദുബായ്, ദോഹ, മനാമ തുടങ്ങി GCC രാഷ്ട്രങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങളെ എല്ലാം ഉന്നമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. 1 കോടിയോളം വരുന്ന പ്രവാസികൾ നമുക്ക് ആ മേഖലകളിലുണ്ട്. വലിയ ആശങ്കയാണ് ഇതോടെ ഉടലെടുക്കുന്നത്. അപ്പോൾ ആക്രമണം വലിയ തോതിൽ, പ്രത്യാക്രമണം എന്ന് ഇറാൻ പറയുന്ന ആ ആക്രമണം വലിയ തോതിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അത് ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നതാണ്. ഇറാന്റെ വലിയ അവകാശവാദമാണ്. ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു എന്നത്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നതിൽ വലിയ സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നൊരു അവകാശവാദമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷ സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്കൊപ്പം മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേൽ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള രാഷ്ട്രമാണ്. അവിടുത്തെ പൗരന്മാർക്ക് പോലും അയൺ ഡോമിന്റെ സംരക്ഷണത്തിൽ വലിയ മതിപ്പാണുള്ളത്. ഇത്തരം ഒരു വലിയ സംഘർഷ സാഹചര്യത്തിൽ മാക്സിമം സുരക്ഷ എന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പാക്കിയിട്ടുണ്ടായിരിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറാന്റെ അവകാശം വ്യത്യസ്തമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ ഈ യുദ്ധം, ഈ ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ആക്രമണം നടന്നത് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ നെതന്യാഹുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ, നെതന്യാഹു ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും വന്നിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ആണ്
ബെന്യാമിൻ നെതന്യാഹുവിന് നേരെ ആക്രമണം നടത്തി എന്ന് വ്യക്തമാക്കുന്നത്. അതായത് 10th വേവ് ഓഫ് ടൂത്ത് പ്രോമിസ് 4 എന്ന ഓപ്പറേഷൻ ആണ് ഈ ഗവൺമെൻറ് കോംപ്ലക്സ് ടെൽ അവീവിലേക്ക് നടത്തിയത്. ഇതുകൂടാതെ ഈസ്റ്റ് അൽ ഖുദ്സ്, ജെറുസലേമിലുള്ള ഈസ്റ്റ് അൽ ഖുദ്സിലേക്കും ആക്രമണം നടത്തി. അങ്ങനെ 2 സുപ്രധാന ആക്രമണങ്ങൾ നടത്തിയെന്ന് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോർ വ്യക്തമാക്കുന്നു. ആ 2 ആക്രമണങ്ങളിൽ ഒന്ന് നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആയതുകൊണ്ടും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെ എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ഇതിൽ IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആക്രമണത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് കൈബർ മിസൈലുകളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കൈബർ മിസൈലുകൾ എന്നത് 3ാം തലമുറയിൽപ്പെട്ട IRGCയുടെ മിസൈലുകളാണ്. 2022-ലാണിത് പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന 1400 കിലോമീറ്റർ അല്ലെങ്കിൽ 900 മൈൽ ദൂരത്തേക്ക് ഉള്ള പ്രതിയോഗിയെ ആക്രമിക്കാൻ കഴിയും എന്നതാണ്. അതിൻ്റെ നീളം ഒരു 11.4 മീറ്ററാണ്, 76 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അങ്ങനെയൊക്കെയുള്ള ഒരു 6.5 ടൺ, ഏതാണ്ട് 6.3 ടൺ ഭാരം വരുന്ന ഒരു ബഹുകൂറ്റൻ മിസൈലാണ് ഈ കൈബർ ഷേക്കാൻ. അപ്പോൾ ഇതിൻ്റെ പ്രതികര ഫലനങ്ങൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക പുറത്തു വരുന്നു. അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അതേസമയം മറിച്ച് ഈ ഇടക്കാല നേതാവിൻ്റെ ആയത്തുള്ള അലി റാസ അറാഫിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിലും വരുന്നു. ചില മാധ്യമങ്ങളാകട്ടെ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാന വിവരം. അതോടൊപ്പം മൂന്നാമതായി നടന്നിട്ടുള്ള ഒരു സുപ്രധാനമായ വിഷയം ഈ നത്താൻസിലെ ആണവോർജ്ജ കേന്ദ്രത്തിൽ ആക്രമണം നടന്നു എന്നതാണ്. ആക്രമണം നടന്നു എന്ന് അവിടെ സ്ഥിരീകരിക്കുന്നു. ഇറാൻ തന്നെ പറയുന്നു അവിടേക്ക് ആക്രമണം നടന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ആണവ ഊർജ്ജ ചോർച്ചയുണ്ടോ, ആണവോർജ്ജ കേന്ദ്രത്തിൽ ചോർച്ചയുണ്ടോ എന്ന സംശയം വരുന്നു. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഈ വിഷയം പരിശോധിക്കുന്നതിനായി വിയന്നയിൽ അടിയന്തര യോഗം ചേരുന്നു. അവരുടെ ഈ യോഗത്തിൽ റഷ്യ വളരെ കൃത്യമായി ഇത് ഗൗരവത്തോടെ കാണണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ ചീഫ് റാഫേൽ ഗ്രോസി ഇത് ഗൗരവത്തോടെ കാണുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ എടുക്കുന്നത്. ഈ ആണവോർജ്ജ കേന്ദ്രത്തിലേക്കുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ കുറെ കൂടി സംയമനം പാലിക്കണം എന്ന ഒരു നിലപാട് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഇറാനിലും പലതരത്തിലുള്ള നേതൃ രംഗങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്ററായി അവിടെ IRGCയുടെ തലവൻ മജീദ് എബ്നെസ്രെ അവിടെ നിയമിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ നമുക്ക് നെതന്യാഹുവിനെ പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ, നെതന്യാഹു മൊസാദ് തലവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. മൊസാദ് തലവനും അതുപോലെ ആംഡ് ഫോഴ്സിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫിനെയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന തരത്തിലുള്ള സന്ദേശം നെതന്യാഹു തന്നെ ട്വിറ്ററിൽ പങ്കുവയ്ക്കുന്നുമുണ്ട്. മറ്റൊന്ന്, രേണു സൂചിപ്പിച്ച ഒരു സുപ്രധാനമായ കാര്യം, അത് ഓയിൽ ടാങ്കറിന് നേരെയുള്ള ഒരു അറ്റാക്കാണ്. അതിലൊരു ഇന്ത്യൻ പൗരനാണ് മസ്കറ്റിൽ കൊല്ലപ്പെട്ടത് എന്ന മനു ഞാൻ ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇറാന്റെ അവകാശവാദത്തിന് ശേഷമാണോ നെതന്യാഹുവിന്റെ പുതിയ ട്വീറ്റ് വന്നിട്ടുള്ളത്? അതായത് അദ്ദേഹം സുരക്ഷിതനെന്ന് നമുക്ക് ഉറപ്പിക്കാം? ഇല്ല, ഈ ട്വീറ്റ് നേരത്തെ വന്നതാണ്. താൻ ഇന്ന് രാവിലെ മൺഡേ മോർണിംഗ് ഇതുപോലെ മൊസാദ് തലവനെയും അതുപോലെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.